പണമെറിഞ്ഞ് വോട്ട് പിടിക്കുന്ന ശൈലി മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊരു കലയായി വികസിപ്പിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് BJP. പണമെറിഞ്ഞ് വോട്ട് പിടിക്കുക, വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാണിക്കുക, MLA-മാരെ റാഞ്ചുക, അവരെ ഭീഷണിപ്പെടുത്തുക, പണം കൊടുത്ത് MLA-മാരെ വാങ്ങുക, ഇങ്ങനെ ഇതൊരു വ്യവസായമായി വികസിപ്പിച്ച കോർപ്പറേറ്റ് പാർട്ടി കൂടിയാണ് ഇവരുടേത്. വിവിധ കോർപ്പറേറ്റുകളിൽ നിന്ന് പലതരം തട്ടിപ്പുകളിലൂടെയും അല്ലാതെയും പിരിച്ചെടുത്ത പണമാണ് ഇതിനാവശ്യമായ മൂലധനമായി മാറുന്നത്. ഇന്ത്യയിൽ പലയിടങ്ങളിലും ബൂത്ത് പിടുത്തമടക്കം സജീവമായി വരുന്നുണ്ടെങ്കിലും ഇത്തരം ബാധകൾ കേരളത്തിൽ തുലോം കുറവാണ്. എന്നാൽ അതൊക്കെ മറികടന്ന് വടക്കൻ സംസ്ഥാനങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച മദ്യവും പണവും കൊടുത്ത് വോട്ട് വാങ്ങുന്ന പദ്ധതിയുമായി BJP കേരളത്തിലും എത്തിയിരിക്കുന്നുവെന്നാണ് വാർത്തകളിൽ കാണുന്നത്. പാലക്കാട് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ വോട്ടർമാർക്ക് ഒരാൾക്ക് 5000 രൂപ വരെ നൽകിയെന്ന ആരോപണമാണ് അവസാനം പുറത്തു വന്നിരിക്കുന്നത്. അമ്പലങ്ങളിൽ 50,000-വും മരണവീടുകളിൽ 25,000-വും നൽകിയതായി UDF പ്രവർത്തകർ ആരോപിക്കുന്നു. കണ്ണാടി മേഖലയിലാണ് പണം വിതരണം ചെയ്തത്. ഇതിന്റെ വീഡിയോ പകർത്തിയ കോൺഗ്രസ് പ്രവർത്തകരുടെ ചെവി അടിച്ചു തെറിപ്പിക്കുമെന്ന് ശോഭാ സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ദൃശ്യവും പകർത്തിയിട്ടുണ്ട്. പണം കൈമാറുന്ന ദൃശ്യങ്ങൾ അതിനു മുമ്പ് വീഡിയോയിൽ പകർത്തിയിരുന്നു. സ്ഥാനാർത്ഥി തന്നെ പണം വിതരണം ചെയ്യുന്ന രീതി കേരളത്തിൽ ആദ്യമാണ്. പണം വിതരണം ചെയ്യുന്നുണ്ടെന്ന് നേരത്തെയും പരാതി ഉയർന്നിരുന്നെങ്കിലും തെളിവ് ലഭിച്ചിരുന്നില്ല. നിശബ്ദ പ്രചാരണ ദിവസം രാവിലെ മുതൽ ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പാവപ്പെട്ടവരുടെ വീടുകളിലെത്തി പണം നൽകുകയായിരുന്നു. ശോഭാ സുരേന്ദ്രന്റെ കൂടെ സ്ത്രീയുണ്ട്. അവരാണ് പണം സൂക്ഷിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തെന്ന് UDF പ്രവർത്തകർ പറയുന്നു. കണ്ണാടി പഞ്ചായത്തിലെ തരുവാക്കുറിശ്ശിയിലാണ് സംഭവം. കാലങ്ങളായി LDF ഭരിക്കുന്ന പഞ്ചായത്താണ് കണ്ണാടി. പാവപ്പെട്ട ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലാണ് വ്യാപകമായി പണം വിതരണം ചെയ്തത്. ഒരു വീട്ടിലെ വൃദ്ധയായ സ്ത്രീക്ക് BJP പ്രവർത്തകർ പണം കൊടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കോൺഗ്രസ് പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. വൃദ്ധയുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരാൾ മരിച്ചിരുന്നു. ഈ വീട്ടിലേക്ക് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും പ്രവർത്തകരും എത്തുകയായിരുന്നു. അതിനുശേഷം തൊട്ടടുത്ത വീട്ടിലേക്ക് വന്നു. അവിടെ കുറച്ചു നേരം സംസാരിക്കുകയും വൃദ്ധയുടെ കയ്യിലേക്ക് പണം നൽകുകയുമായിരുന്നു. ഈ സമയം കാറിൽ NDA സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. പണം കൊടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ ചിത്രീകരിച്ചിരുന്നു. ഇത് മനസ്സിലാക്കിയ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഇവരോട് തട്ടിക്കയറുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട്. പിരായിരി പഞ്ചായത്തിൽ BJP പ്രവർത്തകർ സാരിയും പണവും വിതരണം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട്. രാത്രികാലങ്ങളിലാണ് സാരി വിതരണം ചെയ്യുന്നതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊന്ന് കിറ്റ് വിതരണമാണ്. തൃശൂർ ജില്ലയിലെ മണലൂർ നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന ഒളരിയിൽ നിന്നാണ് ആദ്യം കിറ്റ് പിടിച്ചെടുത്തത്. മണലൂർ മണ്ഡലത്തിലെ വാടാനപ്പിള്ളിയിൽ വിതരണത്തിനായി തയ്യാറാക്കി വെച്ച 1500-ലധികം ഭക്ഷ്യക്കിറ്റുകൾ പിടികൂടി. വാടാനപ്പിള്ളി സെന്ററിന് സമീപം പ്രവർത്തിക്കുന്ന ചാമ്പ്യൻസ് എന്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിലാണ് കിറ്റുകൾ പാക്ക് ചെയ്ത് സൂക്ഷിച്ചിരുന്നത്. BJP പ്രവർത്തകർ കിറ്റുകൾ വിതരണത്തിന് തയ്യാറാക്കുന്നു എന്ന വിവരമറിഞ്ഞ് UDF പ്രവർത്തകർ സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു. പ്രതിഷേധവുമായി എത്തിയ സ്ഥാനാർത്ഥി TN പ്രതാപനെ അറസ്റ്റ് ചെയ്തു. കിറ്റ് വിതരണം പുറത്തു വന്നതോടെ BJP പ്രവർത്തകർ പ്രദേശത്ത് സംഘർഷം അഴിച്ചുവിട്ടു. വിഷു ആഘോഷത്തിന്റെ മറവിൽ വോട്ടർമാർക്ക് ഭക്ഷ്യവസ്തുക്കളും വസ്ത്രങ്ങളും നൽകി വോട്ട് ഉറപ്പിക്കാനാണ് BJP പ്രവർത്തകർ ശ്രമിക്കുന്നതെന്ന് LDF പറഞ്ഞു. ആറ്റുകാൽ മേടമുക്കിലെ BJP ബൂത്ത് ഓഫീസിൽ നിന്ന് മദ്യം പിടിച്ചെടുത്തതാണ് മറ്റൊരു വാർത്ത. 336 ലിറ്റർ മദ്യം പിടിച്ചിട്ട് വെറും 6 ലിറ്റർ മാത്രമാണ് കണക്കിൽ രേഖപ്പെടുത്തിയത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതിപൂർവമായി ഇടപെടുന്നില്ലെന്നും പോലീസും എക്സൈസും ഇടപെട്ടില്ലെങ്കിൽ പ്രവർത്തകർ ഇടപെടുമെന്നും CPM നേതാവ് ജയിൽകുമാർ ആരോപിച്ചു. നിയമത്തെ വ്യാപകമായി പണമൊഴുക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. വിഷയത്തിൽ ഗൗരവപൂർവമായ അന്വേഷണം കമ്മീഷൻ നടത്തിയിട്ടില്ല. ഇന്ത്യയിൽ ആകമാനം ഇലക്ഷൻ കമ്മീഷൻ 651.51 കോടി പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ കേരളത്തിൽ പിടിച്ചെടുത്തത് 58 കോടി വില വരുന്ന വിവിധ വസ്തുക്കളാണ്. ഇതിൽ 8 കോടി പണമായി തന്നെയായിരുന്നു. 2 കോടി വില വരുന്ന 64,862 ലിറ്റർ മദ്യം, 41 കോടി വില വരുന്ന മയക്കുമരുന്നുകൾ, 1 കോടി വില വരുന്ന വിവിധ ലോഹങ്ങൾ, കൂടാതെ സൗജന്യ വിതരണത്തിനായി കരുതിയ 5 കോടിയോളം വിലമതിക്കുന്ന സാരി അടക്കമുള്ള സാധനങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നു.